ഇവിടെ ഇവരുടെ ചേച്ചി വിവാഹിതയായി പുതിയ കുടുംബം തുടങ്ങുന്നത് കണ്ട് അവിടെ നിന്ന് കരയുകയാണ് അവിടെ നീത്തി. അവൾക്ക് അവളുടെ ചേച്ചി വിട്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവളുടെ സഹോദരിക്കൊപ്പം എന്നേക്ക് താമസിക്കാനായിട്ട് അവളായിട്ട് തന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. അവർ രണ്ടുപേരും ഒരു അനാഥാലയത്തിലാണ് വളർന്നു വന്നത്. അവളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ അവളുടെ സഹോദരി എപ്പോഴും അവളെ സംരക്ഷിക്കാനായി വരുമായിരുന്നു. അതിനാലാണ് സഹോദരിക്കൊപ്പം താമസിക്കാനായിട്ട് അവൾ തീരുമാനമെടുത്തത്. അവർ രണ്ടുപേരും ഒരേ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. പഠനത്തിന് ശേഷം അവളുടെ ചേച്ചി ഒരു ഡിസൈൻ സ്ഥാപനം തുടങ്ങുകയും അവളെ ഫിനാൻഷ്യലായി സഹായിച്ച ആളെ വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷെ വിവാഹശേഷം വേർപിരിയുമോ എന്ന ചിന്ത വന്നപ്പോൾ അവൾക്ക് ചേച്ചി വിട്ട് പിരിയാനേ കഴിഞ്ഞില്ല. അവളുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം, ചേച്ചി എവിടെ പോയാലും അവളും പോകുമെന്ന് മാത്രമായിരുന്നു. ചേച്ചിയുടെ അടുത്ത് നിൽക്കാനായിട്ട് ശരിയായൊരു കാരണം ഉണ്ടായിരിക്കണം. അളിയന്റെ സഹോദരന്റെ കാറിന് മുന്നിൽ അവൾ നിന്നതും ഇടിച്ചതെന്ന് നടിച്ചു. എന്നാൽ കാർ ഇതിനകം തന്നെ ഓഫായിട്ടാണ് ഇരുന്നത്. അവൾ അഭിനയിക്കുകയാണെന്ന് ഹീറോയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. അവളെ കണ്ടതും ഇവൾ ഉടൻ തന്നെ കരയാൻ തുടങ്ങി. അതിനാൽ ഹീറോ അവളെ എടുത്ത് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പോകും വഴിയിൽ എന്താണ് നിനക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞതും ഹീറോ അത്ഭുതപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളും ഹീറോയും വിവാഹം കഴിച്ചു. ഒടുവിൽ അവൾക്ക് സന്തോഷമായി. ഇനി മുതൽ അവളുടെ ചേച്ചിക്കൊപ്പം കഴിയാമെന്ന് ഓർത്തു. പക്ഷെ ഹീറോ തന്നെ വിവാഹം കഴിച്ചതിൽ അവൾ സന്തുഷ്ടയാണ് എന്നാണ് കരുതിയത്. എന്നാൽ അവളുടെ ഈ സന്തോഷം മുഴുവൻ അവളുടെ സഹോദരിയെ കുറിച്ച് ഓർത്തിട്ടാണ്. അവളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുമ്പോൾ പകരം അവൾ സഹോദരിയുടെ വീട്ടിലേക്ക് പോകാനായി നിർബന്ധിച്ചത്. ആ രാത്രി തന്നെ അവളുടെ ലഗേജ് പാക്ക് ചെയ്ത് അവനെ ഭീഷണിപ്പെടുത്തി നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഒരു ദിവസം അവളുടെ ചേച്ചിയുടെ ഭർത്താവ് ഒരു സ്ത്രീയുമായി ഇരിക്കുന്ന വാർത്ത കണ്ടു. അതേ സ്ത്രീയിൽ നിന്ന് ഒരു പരിഹാസ മെസ്സേജും കിട്ടി. അപ്പോൾ തന്നെ ചേച്ചി ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അവളോടും എൻ്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്താൽ നീയും ഒരു മടിയും കൂടാതെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവളും അതേന്ന് പറഞ്ഞു. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കണ്ട ഹീറോ അവൻ്റെ വീട്ടിലേക്ക് പോകാനായിരിക്കുമെന്ന് കരുതി ഒരുമിച്ച് പാക്ക് ചെയ്യുമ്പോൾ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി, നിന്റെ ചേട്ടൻ എൻ്റെ ചേച്ചി ചതിച്ചു, അവൾ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്, സോ ഞാനും ചെയ്യാൻ പോവുകയാണെന്ന് കേൾക്കുമ്പോൾ ഹീറോ അവളുടെ മൈൻഡ് മാറ്റാൻ നോക്കി. പിറ്റേന്ന് അവൾ ചേച്ചിയോട് ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം ചോദിക്കുമ്പോൾ നടന്നെല്ല കാര്യം അവളോട് പറഞ്ഞ് ഡിവോഴ്സിൽ ഒപ്പിട്ടു. ഇവളും ഒപ്പിട്ട് കൊടുത്തു. വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയപ്പോഴാണ് ചേട്ടനും അനിയനും അവർ പോയ കാര്യം അറിയുന്നത്. പക്ഷെ അതൊരു ബിസിനസ് ഡിന്നറാണ്. എന്തൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് അവർ ഇറങ്ങിപ്പോയതെന്ന് മനസ്സിലാവുകയാണ്.